പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രാർത്ഥനാപൂർവ്വം കടക്കുന്നു. ഇത് ഉയർപ്പ് കാലത്തിൻ്റെ 7ാമത്തെ ആഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച ഉയർപ്പിന് ശേഷം 50-ാം ദിവസം ഈശോ പരിശുദ്ധാത്മാവിനെ അയച്ച പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഉയർപ്പ് കാലത്തെ അവസാനത്തെ ആഴ്ചയാണിന്ന്. ഏവർക്കും കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ സമാപന സംസാരം ശിഷ്യരോടൊപ്പം നടത്തുന്നതും അതിനുശേഷം അവരെ കൈകൾ ഉയർത്തി ആശീർവദിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതുമായ തിരുവചന ഭാഗമാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. 2 പ്രാർത്ഥനാ വിചാരങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വചന ധ്യാനത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈശോ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈശോ പറയുന്നു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ടതാണ് എന്ന് ഈശോ ഉറപ്പിച്ചു പറയുന്നു. എഴുതുന്നതിനും പറയുന്നതിനും പ്രാധാന്യമുള്ള കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. പറയുന്നതിനേക്കാൾ പ്രാധാന്യം എഴുതുന്നതിനുണ്ട്. പറയുന്നത്, ഒരിക്കൽ പറഞ്ഞത് ചിലപ്പോൾ മാറ്റി പറയാൻ ആളുകൾക്ക് പറ്റും. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, ഞാൻ അതല്ലായിരുന്നു പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ മാറ്റി പറയാൻ പറ്റും. ഈ അടുത്ത നാളിലും രാഷ്ട്രീയ മേഖലകളിലൊക്കെ അത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എഴുത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. പീലാത്തോസ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയത് തന്നെ. എഴുതിയത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, എല്ലാവരും വായിച്ച് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ എന്നേക്കും മാറ്റമില്ലാതെ ഇരിക്കുന്ന കാര്യമാണ്. ഈശോ പറഞ്ഞിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ ഈശോ ബഹുമാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ പറയുന്നു, ഈ എഴുതപ്പെട്ടിരിക്കുന്നതൊക്കെ എന്നെക്കുറിച്ചാണ്, അത് എന്നിൽ പൂർത്തിയാകേണ്ട കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കേണ്ട ചില ആത്മീയ എഴുത്തുകളുണ്ട്. ആ എഴുത്തുകൾ ഇന്ന് നമുക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷം തന്നെയാണ്. ഈശോയുടെ വചനമാണ്. ഈശോ പറഞ്ഞ, ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ആ തിരുവചനം, ദൈവനിവേശിതമായി ആളുകളാൽ എഴുതപ്പെട്ട ആ ദൈവവാക്യമടങ്ങിയ ഗ്രന്ഥം, ആ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതത്തിന് ഞാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഈശോയെപ്പോലെ നമ്മളും എഴുതപ്പെട്ടിരിക്കുന്നതിനെ, വിശുദ്ധ ഗ്രന്ഥത്തെ ബഹുമാനിക്കണം. അത് ദൈവവചനമാണെന്ന് ഓർമ്മിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിന് പറയാനും എന്നോട് ആവശ്യപ്പെടാനുമുള്ള കാര്യങ്ങളാണ് അതിലുള്ളതെന്ന് തിരിച്ചറിയണം. എഴുതപ്പെട്ടിരിക്കുന്നതിനെ വിശ്വസിക്കണം. ഈശോ പറയുന്നു, ഇത് എന്നിൽ പൂർത്തിയാകേണ്ട കാര്യമാണ്. ഇന്ന് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും നമ്മളിൽ പൂർത്തിയാവേണ്ട കാര്യങ്ങളാണ്. പഴയ നിയമത്തിൻ്റെ എല്ലാ പൂർത്തീകരണവും ഈശോയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ, തിരുവചനത്തിൽ അതിൽ പലതിലും വാഗ്ദാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണ്, എന്നിൽ പൂർത്തിയാകേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. നമ്മളെല്ലാവരും വിശ്വസിക്കണം. മൂന്നാമതായി, ഈ തിരുവചനങ്ങൾ, ഈ വാഗ്ദാനങ്ങൾ എന്നിൽ പൂർത്തിയാകാനായി കാത്തിരിക്കണം. പഴയ നിയമകാലത്ത് എഴുതപ്പെട്ടത് ഈശോ എന്ന ആൾ വരുന്നതുവരെ പൂർത്തിയാകാനുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നിൽ പൂർത്തിയാകേണ്ടതാണ് ഈ തിരുവചനങ്ങളെല്ലാം എന്ന് ഇന്ന് സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കി നമ്മളും അതിനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. തിരുവചനത്തെ, എഴുത്തിനെ ബഹുമാനിക്കണം, വിശ്വസിക്കണം, കാത്തിരിക്കണം. സ്നേഹമുള്ളവരെ, അതിനായി നമുക്ക് വേണ്ടത് ഈശോ പിന്നീട് ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ്. തിരുവചനം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാകത്തക്ക വിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ ദൈവം മനസ്സ് തുറന്നാലേ കാര്യമുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ബുദ്ധിയല്ല തുറന്നു തരുന്നത്, മറിച്ച് മനസ്സാണ്. ബുദ്ധി എപ്പോഴും ലോജിക്കും റീസണിങ്ങും ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാര്യകാരണ ബന്ധമാണ് ബുദ്ധിക്ക് വേണ്ടത്.
എന്നാൽ മനസ്സ്, ഹൃദയം അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും മനസ്സിനത് വിശ്വാസത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാചനം അതാണല്ലോ, അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പലതും അവൾക്ക് മനസ്സിലായിട്ടല്ല, ബുദ്ധിക്ക് വഴങ്ങിയിട്ടല്ല, പക്ഷെ അതിനെ വിശ്വാസം കൊണ്ട് സ്വീകരിക്കാനായി തയ്യാറായി. നമുക്കും എല്ലാം ബുദ്ധിയിൽ എടുക്കാനാണ് എളുപ്പവും ഇഷ്ടവും. എന്നാൽ മനസ്സിൽ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെടാത്തതിനു പോലും ദൈവത്തിൻ്റെ കണ്ണിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. എല്ലാം നമുക്ക് ബുദ്ധിയിൽ സ്വീകരിക്കാൻ പറ്റുമ്പോഴല്ല ജീവിതത്തിലേക്ക് എടുക്കേണ്ടത്, മറിച്ച് ചില കാര്യങ്ങൾ ബുദ്ധിക്കും അപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. രണ്ടാമത് ഒരു ധ്യാന വിചാരം ഇന്ന് നമ്മൾ ഈ തിരുവചനത്തോട് ചേർന്ന് ശ്രദ്ധിക്കുന്നത്, സ്വർഗാരോഹണം ചെയ്ത് ശിഷ്യരിൽ നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ, അവരിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ അവർക്കൊട്ടും ദുഃഖം തോന്നിയില്ല, അവരൊറ്റയ്ക്കാണെന്നൊരു തോന്നൽ അവർക്കുണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മറ്റു പലപ്പോഴും ഈശോ അവരിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് ദുഃഖമുണ്ട്, അവരൊറ്റയ്ക്കായിപ്പോയി എന്നൊരു തോന്നലുണ്ട്. ഇവിടെ അവരോട് അവസാന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അവർക്ക് കൈകൾ ഉയർത്തി ആശീർവാദവും കൊടുത്തിട്ട് പോകുമ്പോൾ തിരുവചനം പറയുന്നു, അവർ അത്യധികം സന്തോഷിച്ചു, അവർ അവനെ ആരാധിച്ചു, അവർ ദേവാലയത്തിലേക്ക് മടങ്ങി അവിടെ സ്തുതികളുമായി ആരാധനകളുമായി അവർ കഴിഞ്ഞുകൂടി. 3 ഇടങ്ങളിൽ ശിഷ്യന്മാർക്ക് ഈശോയെ പിന്നീട് അനുഭവിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഈശോ അവരിൽ നിന്ന് അകന്നുപോയി കൂടെയില്ല എന്നൊരു ദുഃഖഭാരം അവർക്കുണ്ടാകാതിരുന്നത്. അവർക്ക് ആരാധനയിലും സ്തുതിയിലും ഈശോയുടെ സാന്നിധ്യം അറിയാൻ പറ്റി. അവരൊരുമിച്ചിരുന്ന കൂട്ടായ്മയിൽ അവർക്ക് ഈശോയുടെ സാന്നിധ്യം അറിയാൻ പറ്റി. അവർ ദേവാലയത്തിൽ സമയം ചെലവഴിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ഭവനത്തിലിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റി. ഈശോ പറഞ്ഞത് ശിഷ്യന്മാരിൽ അപ്പോൾ പൂർത്തിയാവുകയായിരുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ നേരിട്ട് ഒരു മനുഷ്യ വ്യക്തിയായ മുമ്പിൽ കണ്ടല്ലാതെ തന്നെ ഈശോ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ശിഷ്യന്മാർക്ക് ഈ അവസരങ്ങളിൽ പറ്റുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈശോയുടെ ആശീർവാദം, ഈശോയുടെ ആ സാന്നിധ്യമായി തന്നെ അവർ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടതും ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ അവസരത്തിൽ, ആരാധനയുടെയും സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും അവസരത്തിൽ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അറിയാൻ പറ്റണം. നമ്മൾ ഒരുമിച്ച് വസിക്കുന്ന കൂട്ടായ്മകളിൽ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അറിയാൻ പറ്റണം. സഭയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, കൂദാശകളുടെ കൂട്ടായ ആചരണത്തിലെല്ലാം നമ്മൾ ഈശോയുടെ സാന്നിധ്യം തന്നെ തിരിച്ചറിയണം. അതുപോലെ ദൈവ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു സ്ഥലം നമ്മുടെ ദേവാലയമാണ്. എല്ലാ തിരക്കുകളും എല്ലാ അത്യാവശ്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് ഓടി വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാനും അനുഭവിക്കാനും വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പലതവണ കൈകൾ ഉയർത്തി ജനങ്ങളെ ആശീർവദിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ആശീർവദിച്ച ഈശോയുടെ അതേ കൈകൾ തന്നെയാണ് പുരോഹിതൻ്റെ കൈകളായി ആശീർവദിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ഈശോയുടെ ആശീർവാദം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ഈ ശിഷ്യന്മാരെ പോലെ ഈശോ എന്നും കൂടെയുണ്ട്, എപ്പോഴും കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും, ഓരോ തവണയും നമ്മുടെ നേരെ പുരോഹിതൻ്റെ കൈകൾ ഉയർത്തപ്പെടുമ്പോൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത ഈശോ എന്നെ ആശീർവദിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് സാന്നിധ്യമായി വരാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന വിശ്വാസത്തിൽ അതിനെ കൂടുതൽ ഭക്തിയാദരവുകളോടെ സ്വീകരിക്കാനും, അങ്ങനെ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ദേവാലയത്തിലും വിശുദ്ധ കുർബാനയിലും കുദാശകളുടെ സാന്നിധ്യത്തിലുമെല്ലാം ഉയർത്തെഴുന്നേറ്റ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ നമുക്കും നമ്മുടെ വേദനകൾക്കപ്പുറത്ത് സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റും. കാരണം ഈശോ അദൃശ്യമായി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം നമ്മളെ ആ സമയത്ത് സഹായിക്കും, നയിക്കും.
അനുഗ്രഹീതമായ നല്ലൊരു ഞായറാഴ്ച സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.